സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഇവിടെ എഫെസോസിലുള്ള കർത്താവിൻ്റെ സഭയ്ക്ക് ഒരു സന്ദേശം കൊണ്ട് ദൈവം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ 7 സഭകളെക്കുറിച്ചും 7 സഭകൾക്കുള്ള വ്യത്യസ്തമായ സന്ദേശങ്ങളെക്കുറിച്ചും കർത്താവ് അവരെ ദർശിക്കുന്നതും അവരുടെ ജീവിതത്തിലെ ക്രമക്കേടുകൾ മാറ്റിയെടുത്ത് കർത്താവ് അവരെ നേരെ നടത്തുവാൻ ശ്രമിക്കുന്നതും കാണാൻ കഴിയും. കർത്താവിൻ്റെ ദൃഷ്ടി എപ്പോഴും കർത്താവിൻ്റെ സഭയുടെ മേലാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ ആളുകളെ ഇതുപോലെ ഒരു സ്ഥലത്ത് കൂടി വരുന്നതായ സമയത്ത് അതൊരു പ്രസ്ഥാനമെന്നോ അതൊരു ഓർഗനൈസേഷൻ എന്നോ ഒരു സംഘടന എന്നോ നാം ചിന്തിച്ചാൽ അത് അറിവില്ലായ്മയാണ്. അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട നാം എല്ലാവരും അവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടതായ അവൻ്റെ സഭയാണ്. രക്ഷിക്കപ്പെട്ട് അതുപോലെ സ്നാനപ്പെട്ട് ദൈവസഭയിൽ കടന്നു വരുന്നതായ എല്ലാ വ്യക്തികളും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണെന്നും അവൻ നൽകുന്ന വലിയ രക്ഷ പ്രാപിച്ചവരാണെന്നും ഓർക്കണം. ശരീരത്തിലുള്ളതായ പല പല അവയവങ്ങൾ ഒരേ സമയത്ത് എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ നാമും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ആകുന്നു. സഭയിൽ പലതരത്തിലുള്ളതായ അനേകം ആളുകളെ നാം കാണുമ്പോഴും പാവപ്പെട്ടവരും പണമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും പാവപ്പെട്ടവരും കുട്ടികളും പ്രായമുള്ളവരും സ്ത്രീകളും പുരുഷന്മാരും ഓരോരോ പ്രദേശത്തിൽ നിന്ന് അതുപോലെ ഓരോരോ ഭാഷ സംസാരിക്കുന്ന ആളുകൾ എല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ ഒന്നായി മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നോട്ടം, നമ്മുടെ ഏകാഗ്രത, നമ്മുടെ ലക്ഷ്യം ഇവയെല്ലാം യേശുവിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കണം. അതാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സഭയെ ദൈവം നടത്തുകയാണ്. ഒരു ആട്ടിടയൻ, അതായത് സഭയെ നോക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ഇടയന്മാരെ വെച്ചിട്ടുണ്ട്. എന്നാൽ സഭ ഞങ്ങളുടേതല്ല. സഭ ക്രിസ്തുവിൻ്റെതാണ്. സഭ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതായ ഉത്തരവാദിത്വം ഞങ്ങളുടെ മേലുണ്ട്. യേശു ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതായ കർത്തവ്യങ്ങൾ നിവർത്തിക്കുവാൻ ഉള്ളതായ ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ മേൽ ഉള്ളത്. അല്ലാതെ സഭ നിർമ്മിച്ചതും സഭയെ കാക്കുന്നതും ദൈവത്തിൻ്റെ ദാസന്മാർ അല്ല. അതുപോലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. അവൻ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ഉപദേശിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ദാസൻ ചെയ്യുന്ന പ്രസംഗം ദൈവത്താൽ അയക്കപ്പെട്ടതായ സന്ദേശമാകുന്നു അത്. ഇവിടെ 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, ആ വിഷയം അങ്ങനെ യോഹന്നാൻ പറയുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് പറയുന്നത് ആരാണ്? 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനായ കർത്താവ് യേശുക്രിസ്തു. 7 സമ്പൂർണമായ സംഖ്യയാണ്. 7 നക്ഷത്രങ്ങൾ, 7 സ്തംഭങ്ങൾ എന്നിങ്ങനെ പറയുന്നതായ യേശുക്രിസ്തുവിലുള്ളതായ മഹത്വത്തെ വിളിച്ചു കാണിക്കുന്നതായ വിഷയങ്ങളെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ കർത്താവ് സഭയോട് പറയുന്ന വാക്ക് എന്താണെന്ന് നമുക്ക് കാണാം. സഭയ്ക്ക് ദൈവം സന്ദേശം കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുമ്പോൾ അവ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. എഫെസോസിലെ സഭ മറ്റു സഭകളിൽ വെച്ച് പ്രത്യേകതയുള്ളതും ഏറ്റവും വലിയ ഒരു സഭയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് അത് ഉണ്ടാക്കിയെടുത്ത ഒരു സഭയാണത്. അപ്പോസ്തല പ്രവൃത്തികൾ നാം നോക്കിയാൽ സഭ എങ്ങനെയാണ് പൗലോസ് സ്ഥാപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാമത്തെ അധ്യായം ഒരു നിമിഷം നോക്കൂ. 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടിട്ട്
നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നും അവർ പറഞ്ഞു. മാനസാന്തര സ്നാനം നിങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. ആചാരത്തിനു വേണ്ടിയും പേരിനു വേണ്ടിയും സ്നാനപ്പെടുന്നതായ ആളുകൾ സഭയിൽ നിറഞ്ഞിട്ട് സഭ എന്ന പേരിന്, സഭ എന്നതിൻ്റെ അർത്ഥത്തിന് വ്യതിയാനം വരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിന് കൊടുക്കേണ്ടുന്നതായ വിശുദ്ധിയും വിലയുമൊക്കെ ഇന്ന് നഷ്ടപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എഫെസോസിൽ നോക്കുമ്പോൾ ഭക്തിയുള്ള ആളുകളെ കാണുവാനായിട്ട് കഴിയും. ഭക്തിയുള്ളവരായിട്ട് മാനസാന്തരം കൂടാതെ ഇരിക്കുന്ന അനേകരെ കാണുവാൻ കഴിയും. എന്നാൽ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയില്ല. മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനം സ്വീകരിക്കണം. ഈ വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇവിടെ എത്ര ആളുകളുണ്ട് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടത്? പല ആളുകളെ നോക്കുകയാണെങ്കിൽ അവർ സഭയിൽ ചേരുന്നതായ സമയത്ത് സ്നാനപ്പെട്ടതായിട്ട് കാണാൻ. എന്നാൽ പല സ്ഥലങ്ങളിൽ നിന്നും വന്നതായ ആളുകൾ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടവരാണോ? നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറയപ്പെട്ട് ജീവിക്കുന്നതായ വ്യക്തികളാണോ? നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായാലും പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം വൃഥാവാകുന്നു. അങ്ങനെയുള്ളവർ ആചാരത്തിന്, പേരിനു വേണ്ടി ജീവിക്കുന്നു. യഥാർത്ഥമായിട്ടുള്ളതായ ആത്മീയ സന്തോഷം അവർക്ക് അനുഭവിക്കുവാനോ വെളിപ്പെടുത്തുവാനോ കഴിയുന്നില്ല. ലോകക്കാരെ പോലെ തന്നെ ജീവിക്കുന്നു. ലോക വിഷയങ്ങൾക്ക്, ലോകപ്രകാരമുള്ളതായ കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ ഇടം കൊടുക്കുന്നത്. ആത്മാവിൻ്റെ കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല, ആത്മീയത അനുഭവിക്കുന്നില്ല. ഒരു സഭയിൽ വരുമ്പോൾ അവിടെ ആയിരിക്കുന്ന കാര്യങ്ങൾ പുറമേയുള്ളത് കാണുന്നു, എന്നാൽ അവിടെ ഉണ്ടായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നില്ല. അവിടെ അവർ പാസ്റ്ററെ കാണുന്നു, എന്നാൽ ആ പാസ്റ്റർ പറയുന്നതായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാരാംശത്തെ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളതായ അനേകം ആളുകൾ ഇന്ന് അനേകം സഭകളിൽ കാണാൻ കഴിയും. എഫെസോസിലെ സഭയിലും അങ്ങനെ ഒരു സാഹചര്യമുള്ളതായപ്പോൾ പൗലോസ് അവിടെ കടന്നു ചെന്ന് അവരോട് പറയുകയാണ്. മാനസാന്തരത്തെക്കുറിച്ച്, പശ്ചാത്താപത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ചില വ്യക്തികൾ മാനസാന്തരപ്പെടുവാനിടയായി. അവർ 12 പുരുഷന്മാർ കൂടി വരുവാനിടയായി. അവർ വീഥികളിൽ പോയി, പള്ളികളിൽ പോയി ദൈവത്തിൻ്റെ വചനം ഉപദേശിച്ചു. ഒരുപാട് അത്ഭുത കാര്യങ്ങൾ അവിടെ ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ദൈവം അത്ഭുത കാര്യങ്ങളാൽ അനേകം ആളുകളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പുതിയ ആളുകളെ, അതുപോലെ ക്രിസ്തുവിനെ അറിയാത്ത ആളുകളെ യേശുവിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത് മൂലമായിട്ട് കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എഫെസോസ് എന്ന് പറയുമ്പോൾ അതൊരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. വളരെ പേരും പ്രശസ്തിയും ആർജിച്ച ഒരു വ്യാപാര കേന്ദ്രമാണ്. അവിടെ റോമക്കാർ ഉണ്ടായിരുന്നു, ഗ്രീക്കുകാർ ഉണ്ടായിരുന്നു, പലവിധമായ ദേശങ്ങളിൽ നിന്നും കടന്നു വന്ന അനേകം ആളുകൾ ഉണ്ടായിരുന്നു. ആ വലിയ സിറ്റിയിൽ പൗലോസ് കടന്നു ചെന്ന് കഷ്ടപ്പെട്ടപ്പോൾ, അവിടെ സുവിശേഷം അറിയിച്ചപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ട ആളുകൾ മാത്രമല്ല, റോമാക്കാർ, ഗ്രീക്കുകാർ, യഹൂദന്മാർ, അങ്ങനെ അനേകം ആളുകൾ കർത്താവിനെ വിശ്വസിക്കുവാനിടയായി. അവിടെ ദൈവം ചെയ്തതായ കാര്യങ്ങൾ എത്ര വലുതാണെന്ന് നോക്കുമ്പോൾ, എത്ര അത്ഭുതങ്ങൾ അവിടെ നടന്നുവെന്ന് നോക്കുമ്പോൾ, 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കുകൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കാണുവാനിടയായി. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. എഫെസോസിലേക്ക് കടന്നു ചെന്നതായ പൗലോസ് ചെയ്തതായ ശുശ്രൂഷയിൽ കൂടി അനേകം ആളുകൾ, ക്ഷുദ്ര പ്രയോഗങ്ങൾ പോലും ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ക്ഷുദ്ര പ്രയോഗം ചെയ്യുന്നതിൻ്റെ അനേകം വില കൂടിയ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളയുവാനിടയായി. ഇവയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നവർ പറഞ്ഞു. ഞങ്ങൾക്ക് സത്യദൈവത്തെ കിട്ടിയെന്ന് പറഞ്ഞു. അത്ര ശക്തിയോടുകൂടി അനേകം ആളുകളുടെ മധ്യയിൽ, നാമധേയ ക്രിസ്ത്യാനികളുടെ മധ്യയിൽ, യഹൂദന്മാരുടെ മധ്യയിൽ ദൈവത്തിൻ്റെ വേല ശക്തിയോടെ നടന്നു. അതിനുശേഷം 20-ാം അധ്യായം 31-ാമത്തെ വചനം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. പൗലോസ് ഇരുന്ന് വിശ്രമിക്കുകയല്ലായിരുന്നു. ആ സഭ കഷ്ടപ്പെട്ടാണ് നേടിയെടുത്തത്.
3 വർഷം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാനിടയായി. ഒരു സഭ നിർമ്മിക്കുവാനായിട്ട്, ഒരു കൂട്ടം ജനത്തെ നേടുവാൻ ഒരു ദിവസത്തെ പ്രസവ വേദന മതിയാകുമോ? ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ ഒരു ദിവസം വേദന അനുഭവിച്ചാൽ മതിയോ? ഒരു കൂട്ടം ജനത്തെ നേടിയെടുക്കുവാൻ കണ്ണുനീരോടുകൂടി, പ്രയാസത്തോടുകൂടി, വേദനയോടുകൂടി, ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് അവരെല്ലാം വരണമെന്നുള്ള ആത്മഭാരത്തോടുകൂടി ഒരു പിതാവിനെ പോലെ സ്നേഹിച്ചു, ഒരു മാതാവിനെ പോലെ അവരെ ലാളിച്ചും കൊണ്ട്, ഒരു നേതാവിനെ പോലെ അവരെ നടത്തി, ഒരു സ്നേഹിതനെ പോലെ തന്നെ അവരോട് സഹകരിച്ചു, അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ആ ഒരു സഭ പണിതതിന് ശേഷം പൗലോസിന് അവിടെ നിന്ന് കടന്നു പോകേണ്ടി വന്നു. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പോയതിനു ശേഷം, ജാഗ്രത, 29-ാമത്തെ വാക്യം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്നു ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും വിപരീത ഉപദേശം പ്രസംഗിക്കുന്ന ആളുകൾ വെളിയിൽ നിന്നല്ല വരുന്നത്. എവിടെ നിന്നാണ്? നിങ്ങളുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വരും. ഞാൻ കടന്നുപോയതിന് ശേഷം ആട്ടിൻകൂട്ടത്തെ അവർ നോക്കില്ല, ആട്ടിൻകൂട്ടത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വഹിക്കില്ല. ആട്ടിൻകൂട്ടത്തിനോട് അധികാരം കാണിച്ച് ഭരണം നടത്തി ആട്ടിൻകൂട്ടത്തെ ആദരിക്കാതെ ആടിന്റെ പാൽ കുടിച്ചുകൊണ്ട് ലാഭം മാത്രം നോക്കി അതിനെ നടത്തുന്ന അനേകം ഇടയന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. എനിക്കിപ്പോൾ കടന്നു പോകേണ്ടി വന്നിരിക്കുന്നു, എനിക്ക് മറ്റ് യാതൊരു നിവൃത്തിയുമില്ല. എന്നാൽ ഞാൻ ദൈവത്തിന്, അതുപോലെ അവന്റെ കൃപയുടെ വചനത്തിലും ഇപ്പോൾ തന്നെ നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നു, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അടുത്തതായിട്ട് 36-ാമത്തെ വാക്യം നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു കപ്പലോളം. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. കുറെ വർഷം മുമ്പ് ഞാൻ ഒരു ഗ്രാമത്തിൽ വേല ചെയ്തിട്ട് ഓരോ വീടുകളിലും കയറിയിറങ്ങി സുവിശേഷം അറിയിച്ചു. പ്രധാനമായിട്ടും യൗവനക്കാർക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു. അവർ ആത്മീയതയിൽ വീണു പോകുമ്പോൾ എഴുന്നേൽപ്പിച്ച് അവരെ ആശ്വസിപ്പിച്ചു, ബലപ്പെടുത്തി. ഒരുപാട് നാളുകൾ കണ്ണുനീരോടുകൂടി ഓരോ കുടുംബക്കാർക്ക് വേണ്ടി, ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. രാവും പകലും കർത്താവിനോട് യാചിച്ചു. അനേകം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സഭയിൽ എല്ലാ വ്യക്തിയുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. സ്നേഹം മാത്രമായിരുന്നു കാണുവാൻ കഴിയുന്നത്. അവിടെ അസൂയയോ പിണക്കമോ വിദ്വേഷമോ ഒന്നും തന്നെ കാണുകയില്ലായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഒരു 2-3 നിമിഷത്തിനുള്ളിൽ തന്നെ അതവിടെ അവസാനിക്കുമായിരുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ക്ഷമയാചിക്കുമായിരുന്നു, തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുമായിരുന്നു. അല്ലാതെ ഒരിക്കലും അവർ മനസ്സിൽ ആ വിഷം വെച്ചുകൊണ്ട് ഉറങ്ങാൻ പോവുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തികൾ അവിടെ സംഭവിച്ചിരുന്നു. അവിടുത്തെ വേല കഴിഞ്ഞിട്ട് ശേഷം എനിക്ക് നീലഗിരിയിലുള്ളതായ ആളുകളുടെ ഇടയിലേക്ക് ദൈവവേലയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് പോകാൻ മനസ്സ് വന്നില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതായ ഈ ആത്മാക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ എനിക്ക് അല്പം പോലും മനസ്സിലായിരുന്നു. ഞാൻ അതിനുശേഷം ഈ വചനത്തിൽ കൂടി അവിടെ പ്രസംഗിക്കാനിടയായി. ഞാൻ പോയതിനു ശേഷം കഠിന ഹൃദയമുള്ള ഇടയന്മാർ കടന്നുവരും. അവർ ആടുകളെ ഒരിക്കലും ആദരിക്കുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ ചിതറിപ്പോയേക്കുമോ? അതിനുശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ ഏകദേശം 200-300 ആളുകളോളം റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ യാത്രയക്കാൻ വന്നു. സാലി ഗ്രാമത്തിൽ നിന്നും അതുപോലെ വൈകുണ്ഠപുരം അതുപോലെയുള്ളതായ അനേകം സ്ഥലങ്ങളിൽ നിന്ന് അനേകം ആളുകൾ കടന്നു വരാനിടയായി. ജനം വന്നിട്ട് ആ പ്ലാറ്റ്ഫോം മുഴുവനും നിറഞ്ഞു. അവർ നിന്ന് നിലവിളിക്കുകയാണ്. ആർക്കും ഒന്നും മനസ്സിലായില്ല. ആരോ മരിച്ചുപോയെന്നാണ് പലരും ചിന്തിക്കുവാൻ ഇടയായത്. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറെ നാൾ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ അവിടെ പകുതിയിൽ കൂടുതൽ ആളുകൾ ചിതറിപ്പോകുവാനിടയായി. പല ആളുകളും സഭ മാറിപ്പോകുവാനിടയായി. പലരും വഴിതെറ്റിപ്പോയി, വിശ്വാസത്തിൽ വീണുപോയി. ദൈവത്തിന്റെ മഹാകൃപയാൽ ദൈവത്തിന്റെ മറ്റൊരു വാഗ്ദത്ത വചനം ഞാൻ പ്രാപിച്ചെടുത്തുകൊണ്ട് കടന്നുപോയി. വീണ്ടും 85-86 വർഷങ്ങളിൽ ഞാൻ അവിടേക്ക് കടന്നുപോയിട്ട് വീണ്ടും ചിതറിപ്പോയ ആളുകളെ കൂട്ടിവരുത്തുവാൻ ഇടയായി. അത്രത്തോളം അതിന് അടിസ്ഥാനമുള്ളതായ സഭയാണ്. കഴിഞ്ഞ ദിവസം വൈകുണ്ഠപുരത്ത് അതിനെക്കുറിച്ചുള്ളതായ സാക്ഷ്യം പറഞ്ഞതാണ്. ഒരുപാട് കണ്ണുനീരോടുകൂടിയാണ്, ഒരുപാട് പ്രയാസത്തോടുകൂടിയാണ് ഈ ശുശ്രൂഷയെ, ഈ വേലയെ മുൻപോട്ട് കൊണ്ടുവന്നത്. എഫെസോസിലെ സഭ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് പൗലോസ് അവിടെ വളർത്തിക്കൊണ്ടുവന്നത്. അവിടെ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. ശുശ്രൂഷകൾ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു.
അതുപോലെ ഭൂതോപദ്രവമുള്ള ആളുകളിൽ നിന്ന് ഭൂതങ്ങൾ ഇളകിപ്പോകുമായിരുന്നു. അതുപോലെ കണ്ണുനീരോടുകൂടി സൺഡേ സ്കൂൾ കുട്ടികൾ പോലും മനസ്സോടുകൂടി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, മാതാപിതാക്കളെ അടുക്കൽ ചെന്ന് അവർ ക്ഷമയാചിക്കുന്നത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു. സൺഡേ സ്കൂളിൽ വലിയ ഉണർവുണ്ടായി. അങ്ങനെയുള്ള ഉണർവ് വീണ്ടും കാണേണ്ടതാണ്. അതേ ഉണർവ് വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുന്നു. അതേ സഭ തന്നെയാണ് അന്നുണ്ടായിരുന്ന അതേ സഭ തന്നെയാണ് ഇന്നും അവിടെ ആയിരിക്കുന്നത്. സഭയിൽ എഡിഷൻസ് ഒരുപാട് വന്ന്, എന്നാൽ അതേ സഭയുടെ അതേ അടിസ്ഥാനത്തിൻ്റെ മേൽ പണിതു കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോഴും പരിശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത്. എഫെസോസിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ ഉപദേശിച്ചു. എഫെസ്യർക്കെഴുതിയ ലേഖനം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ദൂരസ്ഥരായിരുന്നതായ നമ്മെ സമീപസ്ഥരാക്കി മാറ്റി. എഫെസ്യർക്കെഴുതിയ ലേഖനം 2:10 ശ്രദ്ധിക്കുക. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എന്താണ് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു? അതുപോലെ നമുക്ക് 14 വാക്യം കൂടെ വായിക്കാം. അവൻ നമ്മുടെ സമാധാനം. അങ്ങനെ എത്രയോ അത്ഭുത കാര്യങ്ങൾ പൗലോസിൽ കൂടി എഫെസോസ് സഭയിൽ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും പത്രോസ് കടന്നുപോയി. സഭ വളരെ ഉണർവുണ്ടായിരുന്നതായ, വളരെ തീക്ഷ്ണതയുണ്ടായിരുന്നതായ ഈ സഭ, സ്നേഹത്തിന് 1-ാം സ്ഥാനം കൊടുത്തിരുന്ന ഈ സഭ, ദൈവവചനത്തിന് 1-ാം സ്ഥാനം കൊടുത്ത എഫെസോസ് സഭ. എന്നാൽ ഈ ലാസ്റ്റ് സമയം ആയപ്പോഴേക്കും യോഹന്നാൻ പോയി നോക്കുന്നതായ സമയത്ത് ചിലർ ചിന്തിക്കാറുണ്ട്, പൗലോസിന്റെ വേല പൗലോസിന്, യോഹന്നാന്റെ വേല യോഹന്നാന്, പത്രോസിന്റെ വേല പത്രോസിന് എന്നൊക്കെ പറഞ്ഞ് ഇന്നുള്ള ആളുകൾ ചിന്തിക്കുന്ന പോലെ അന്നുള്ള ആളുകൾ ചിന്തിച്ചിരുന്നില്ല. ആ ദേവദാസന്റെ സഭ അങ്ങനെയുള്ളതാണ്, ഈ ദേവദാസന്റെ സഭ ഇങ്ങനെയുള്ളതാണ്, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വേറെ രീതിയിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വ്യത്യസ്തമായി അന്ന് കണ്ടിരുന്നില്ല. എന്നാൽ സഭ ദൈവത്തിൻ്റെതാണ്. ഇന്ന് നിന്നെ ഉപയോഗിച്ചാൽ നാളെ എന്നെ ഉപയോഗിക്കും, അതിനുശേഷം മറ്റാരെങ്കിലും ഉപയോഗിക്കും. ചിലപ്പോൾ നിന്നിൽ ചെറിയവനെയായിരിക്കും, അല്ലെങ്കിൽ നിന്നിൽ വലിയവനെയായിരിക്കും ഉപയോഗിക്കുന്നത്. സഭ ദൈവത്തിൻ്റെതാണ്, അത് അവൻ്റെ ഇഷ്ടമാണ്. നീ ഒരു കളക്ടറാണെങ്കിൽ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് കുറേ വർഷം സേവനം അനുഷ്ഠിച്ചുവെങ്കിൽ നീ മരണം വരെ റിട്ടയർഡ് ആകുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് നീ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് പ്രകാരം നടക്കുമോ? എവിടേക്കാണോ നിന്നെ അയക്കുന്നത് അവിടേക്ക് നീ പോകേണ്ടതാണ്. കോപം വരുമ്പോൾ സൗത്തിലുള്ളവരെ നോർത്തിലേക്ക് അയക്കും, നോർത്തിലുള്ളവരെ സൗത്തിലേക്കും അയക്കും. ഭാഷ അറിയില്ലെങ്കിലും മിണ്ടാതെ അവിടെ തന്നെ നിന്നോണം. ഒരു ദൈവദാസൻ ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കണം. ദൈവത്തിന്റെ സഭ ദൈവം പറഞ്ഞതനുസരിച്ച് പോകണം. ഒരു ദൈവത്തിന്റെ ദാസനെ നമുക്ക് നൽകിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൽ കൂടി നൽകുന്ന ദൈവത്തിന്റെ സന്ദേശമാണ് നമുക്ക് പ്രധാനമായത്. ആ സന്ദേശമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ സന്ദേശത്തെ സ്നേഹിക്കും. ദൈവത്തിന്റെ സന്ദേശത്തെ സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ ദാസനെയും സ്നേഹിക്കും, ദൈവത്തിന്റെ വേലയെ സ്നേഹിക്കും. പൗലോസ് ഫൗണ്ടറായിരുന്നു. പൗലോസ് ആ സഭയെ സ്ഥാപിച്ചു. ആരംഭിച്ചത് ഒരുവനാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് മറ്റൊരുവനായിരിക്കും. എന്നാൽ ആരു കടന്നു ചെന്നാലും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുന്നതായ സമയം വചനം അനുസരിച്ചുകൊണ്ടായിരിക്കണം സഭയെ പണിതെടുക്കേണ്ടത്. എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. എഫെസ്യ സഭ കണ്ണുനീരുകൊണ്ട് പണിതതായ സഭയാണ്. വളരെ ഉപദേശങ്ങൾ കൊടുത്ത് വളർത്തിയ സഭയാണ്. ദൈവത്തിൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തിയ സഭയാണ്. അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. സഭ വിശാലമായതിനു ശേഷം, സഭ വളർന്നതിന് ശേഷം സഭയുടെ സ്ഥാപകരായിരുന്ന ദൈവദാസന്മാർ അവിടെ നിന്നും കടന്നു പോയതായ സമയത്ത് ദുരുപദേശം പറയുന്നതായ ആളുകൾ അവരുടെ നടുവിൽ എഴുന്നേൽക്കുവാനിടയായി. പിശാച് വിശ്വാസികളെ വീഴ്ത്തിക്കളയാൻ വേണ്ടി എപ്പോഴും പരിശ്രമിക്കുകയാണ്. ആരെയാണ് നീ കേൾക്കുന്നത്? ദൈവത്തെയാണോ? നിന്റെ ഇഷ്ടമാണോ നീ ചെയ്യുന്നത്? നിന്റെ വാക്കാണോ നീ അനുസരിക്കുന്നത്? അതോ പരിശുദ്ധാത്മാവിന്റെ വാക്കാണോ നീ അനുസരിക്കുന്നത്? ദൈവവചനം കേൾക്കുവാനാണോ ഇവിടെ വരുന്നത്? അതോ നിന്റെ വാക്കുകൾ പറയാനാണോ ഇവിടെ വരുന്നത്? കർത്താവേ, ഈ ആലയത്തിൽ ഭക്തന്മാർക്ക് ആത്മീയ വിഷയങ്ങൾ സംസാരിക്കട്ടെ. ഭക്തന്മാർ ദൈവിക വിഷയങ്ങൾ മാത്രം സംസാരിക്കട്ടെ. മറ്റുള്ളവരെക്കുറിച്ച് വിമർശിച്ച് പറയാതെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഹൃദയങ്ങൾ ഉണരട്ടെ. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് എല്ലാ വ്യക്തികളും കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കണമേ. നിന്റെ പ്രിയപ്പെട്ടവരായ മക്കളെ നീ നോക്കണമേ. നീ വില കൊടുത്തു വാങ്ങിയതായ മക്കളെ ദർശിക്കണമേ. ഒരു സഭയായി ഞങ്ങളെ ദൈവിക കൂട്ടായ്മയിലാക്കിയിരിക്കുന്ന ഈ കൂട്ടത്തെ ദർശിക്കണമേ.
ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ആണെങ്കിലും, അത് തള്ളവിരലാണെങ്കിലും, അത് കാലാണെങ്കിലും, അത് കൈയാണെങ്കിലും, അത് വയറാണെങ്കിലും, ശരീരത്തിൻ്റെ ഏത് ഭാഗമാണെങ്കിലും, പുറത്ത് കാണുന്ന ഭാഗമാണെങ്കിലും, കാണാതെ അകത്തുള്ളതായ അവയവം ആണെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സഭയിലുള്ളതായ എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നതായ കഴിവുകളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ സഹായിക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ സ്നേഹത്താലാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത്. നിന്റെ സ്നേഹം കൊണ്ടാണ് ഈ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ആ സ്നേഹമില്ല എങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ എന്തായിത്തീരും? ആ ആദ്യ സ്നേഹം ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. ആദ്യ സ്നേഹം ഞങ്ങളിലേക്ക് വീണ്ടും നൽകണമേ. എല്ലാ വ്യക്തികളുടെ ഉള്ളങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സ്നേഹവും പകരുമാറാകണമേ അപ്പാ. നിന്റെ വരവ് വരെയും നിലനിൽക്കുന്ന സഭയായി, നിന്റെ വരവിങ്കൽ എടുക്കപ്പെടുന്ന സഭയായി, തലമുറ തലമുറയോളം യുഗങ്ങളോളം ദൈവത്തിൻ്റെ രാജ്യത്തിൽ വസിക്കുവാനുള്ള കൃപ നൽകുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ